മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വീണ്ടും ചോദ്യങ്ങളുമായി ഗവർണർ. വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനം സർക്കാർ നിർദ്ദേശം അംഗീകരിക്കാതെ ഗവർണർ വിശദീകരണം തേടിയെന്ന റിപ്പോർട്ടുകൾ. വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനത്തിൽ സർക്കാരിന്റെ നിർദ്ദേശം അംഗീകരിക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 3 കമ്മീഷണർമാരുടെ നിയമനത്തിലാണ് ഗവർണർ കൂടുതൽ വിശദീകരണം തേടിയത്. പട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെയുള്ള പരാതികളാണ് ഗവർണറുടെ നടപടിക്ക് കാരണം എന്നാണ് പ്രാഥമിക വിവരം. മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട സമിതിയാണ് ഈ പേരുകൾ ശുപാർശ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ മുന്നിലേക്ക് എത്തിയ 3 പേരിൽ ടി കെ രാമകൃഷ്ണൻ, എം ശ്രീകുമാർ എന്നിവർ അധ്യാപക രംഗത്ത് നിന്നുള്ളവരും ഒരാൾ മാധ്യമ രംഗത്ത് നിന്നുമുള്ള സോണിച്ചൻ പി ജോസഫുമാണ്. ഇവരുടെ ലിസ്റ്റ് ഗവർണർക്ക് മുന്നിൽ എത്തിയതു മുതൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെപ്പറ്റി സാമ്പത്തിക ക്രമക്കേടുകളടക്കം നിരവധി പരാതികളാണ് ഗവർണർക്ക് ലഭിച്ചത്. മാത്രമല്ല, സുപ്രീം കോടതി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് ഈ 3 പേരെയും സർക്കാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന പരാതിയും ഗവർണർക്ക് ലഭിച്ചിരുന്നു. 52 പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ നിന്നാണ് ഈ 3 പേരെ തെരഞ്ഞെടുത്തതെന്നും ഈ തെരഞ്ഞെടുപ്പിൽ മാനദണ്ഡങ്ങളുടെ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കാണിച്ചാണ് ഗവർണർക്ക് ലഭിച്ച പരാതി. വളരെയധികം പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഈ പേരുകൾ മടക്കി അയച്ച് സർക്കാരിനോട് പരാതികളിൽ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റ് തള്ളുകയല്ല, മറിച്ച് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ഗവർണർ ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ 3 പേരുകൾ അംഗീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഗവർണർ തീരുമാനമെടുക്കുക. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ബി ഹരിനായരെ നിയമിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ കഴിഞ്ഞ ദിവസം ഗവർണർ അംഗീകരിച്ചിരുന്നു.